നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങൾ, നഷ്ടത്തിലോടുന്ന KSRTC, നഷ്ടത്തിലോടുന്ന എന്തെങ്കിലും ബിസിനസ്സുകളോ എന്തുമാകട്ടെ, ഏതെങ്കിലും കമ്പനികളോ എന്തുമാകട്ടെ, അതുപോലെയാണ് നമ്മുടെ ജീവിതം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങ് ജീവിക്കുന്നു, നഷ്ടങ്ങളെല്ലാം സഹിച്ച് ജീവിക്കുന്നു. രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും നമ്മൾ അന്വേഷിക്കില്ല. എങ്ങനെയാണ് അതിനെ നന്നാക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കില്ല. നമ്മളത് നഷ്ടമെങ്കിൽ നഷ്ടം, ആ രീതിയിൽ അങ്ങ് പോകട്ടെ, ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. ഒത്തിരി ജീവിതത്തിൽ നഷ്ടങ്ങളാണ് വരുന്നതെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. അതല്ല, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാം എല്ലാ മനുഷ്യർക്കും, പക്ഷേ അത് സ്ഥിരം പരാജയമാണെന്നും പറഞ്ഞ് അതിനെ എന്നെന്താ പറയണേ ചേർത്ത് നിർത്തിക്കൊണ്ടിരുന്നാണ്ടല്ലോ ഒന്നുമല്ലാതെയായി പോവുകയുള്ളൂ. അപ്പോൾ ഓരോരോ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എനിക്ക് പറ്റിയതാണോ, എനിക്ക് വേണ്ടതാണോ, ഇതിനുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നഷ്ടത്തിലോടുന്ന ബിസിനസ് പോലെ നമ്മളതിനെ കൊണ്ടു നടന്നിട്ടൊന്നും നമ്മൾ കൂടുതൽ നഷ്ടത്തിലേക്ക് ആകുകയുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്തെങ്കിലും പാകപ്പിഴകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പഠനം നടത്തിയിട്ട് നമുക്ക് പറ്റുന്ന അങ്ങ് കൂടെ കൊണ്ടുപോയാൽ മതി. അതേത് ബന്ധമാണെങ്കിൽ പോലും. അല്ലാത്തയിടത്തൊന്നും നമ്മൾ നിന്ന് നമ്മുടെ സമയം കളയരുതേ. അതാണ് വേണ്ടത്. കളഞ്ഞിട്ടുണ്ട് പിന്നെ തിരിച്ചു കിട്ടില്ലാത്ത ഒന്നാണ് സമയമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതും സമയത്തിന് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. സമയം തികഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടും? ഒരു പരീക്ഷയിൽ പോലും സമയത്ത് എഴുതി തീർന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും ഓരോ വിഷയങ്ങളും എല്ലാം. അപ്പം നമ്മൾ ചിന്തിക്കുക ഏതിനാണ് വിലയുള്ളത്. അപ്പം അത് കളയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം നഷ്ടങ്ങളുണ്ടായി അത് നഷ്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞിരിക്കാതെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. അതാണ് വേണ്ടത്. അത് ജീവിതത്തിലെ ഒരു പ്രധാന പാഠമാണ്. അല്ലെങ്കിലുണ്ടല്ലോ നമ്മളെയും കൊണ്ടേ അത് പോവുകയുള്ളൂ കേട്ടോ.